ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മത്തങ്ങ കൊണ്ട് നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനു വേണ്ടി ഒരു കഷ്ണം മത്തങ്ങ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയതിന് ശേഷം വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം 600 ഗ്രാമാണുള്ളത്. പിന്നെ നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ മത്തങ്ങ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് മൂത്ത് പാകമായിട്ടുള്ള മത്തങ്ങ തന്നെ വേണം എടുക്കാൻ. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മത്തങ്ങയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. മത്തങ്ങ ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിന് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ മധുരത്തിൻ്റെ അളവൊക്കെ ഓരോരോ ആൾക്കാർക്കും വ്യത്യാസമായിരിക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ മധുരം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഇത്രയധികം ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുത്താൽ മതിയാവും. പിന്നെ ഇതിൽ പാടിയൊന്നും കെട്ടാതിരിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. ഇപ്പോൾ ചൈന ഗ്രാസും നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതും അടുപ്പത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതൊരു ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ രണ്ടും ഞാൻ ഒരേ സമയത്താണ് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ ഇത് അടിയിലൊന്നും പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. ഇപ്പോൾ ചൈന ഗ്രാസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലും ഇവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ മത്തങ്ങയും പാലും ഒക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ചൈന ഗ്രാസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിലിട്ട് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇത് അടുപ്പത്ത് നിന്നും മാറ്റി ഒരു അരിപ്പ വഴി അരിച്ച് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ചൂട് നല്ലപോലെ കുറഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് 5-6 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ്ങൊക്കെ ചെറുതായിട്ട് സെറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാനിതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് പിസ്ത പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ്ങൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.